ഫ്രണ്ട്സ് ലങ്സ് കാന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നെയിൽ ആർട്ടായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ നെയിൽസിന് കേട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നെയിൽ ആർട്ട് ചെയ്യാൻ വിട്ട് വൈകി വന്നിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നെയിൽ ആർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പൊട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 10 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊട്ടുണ്ടല്ലോ, ആ ഒരു പൊട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ടൂടെക്സ് എന്ന് പറയുന്നത് ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട ഉടനെ തന്നെ അതിൽ ആട്ടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്ത് അവിടെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും സ്റ്റോൺസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 3 രൂപയുടെ ഒരു സ്റ്റോണാണ് കേട്ടോ. നമ്മുടെ കല്ലുപൊട്ടുണ്ടല്ലോ, കല്ലുപൊട്ടല്ല പഞ്ചസാര പൊട്ടെന്നാണ് പറയുക. നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ പഞ്ചസാര പൊട്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോഴും പറയുന്ന പഞ്ചസാര പൊട്ടെന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പഞ്ചസാര പൊട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞാപ്പിക്ക് വാങ്ങിയതാണ് കേട്ടോ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന ടൈമിൽ പൊട്ടൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു വരുമ്പോൾ പൊട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പൊട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നെറ്റിൽ തന്നെ അനങ്ങാതെ ഇങ്ങനെ ഇരുന്നോണ്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ തൊടുമ്പോൾ നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ. ഇപ്പോൾ ഈ ഒരു പൊട്ടൊക്കെ കൂടുതലും കിട്ടാനില്ല, എവിടെ ഇപ്പോൾ കുറവാണ് അതൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ ടൈമിൽ ഒരു വൈറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ മിക്സ്ഡ് കളറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റിൻ്റെ വലിയ കളറിലെടുത്ത് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞ് മുട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നെയിൽ ആർട്ടാണ്. നമ്മളിപ്പോൾ ക്യാഷൊക്കെ കൊടുത്ത് പുറത്തുനിന്നൊക്കെ ചെയ്യുന്നതിനും ബെറ്ററായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാഷ് ഇല്ലാത്തവർക്ക് നെയിൽ ആർട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുപോലെ തന്നെ നെയിൽസൊക്കെ വളർത്താനും അതിൽ ആർട്ടൊക്കെ ചെയ്യാനും ഇഷ്ടമുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് പൊട്ട് യൂസ് ചെയ്യാനും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാരേജ് ഫംഗ്ഷനോ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരു ദിവസമൊക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടി വിരലിൽ ഒരു കുഞ്ഞു കല്ല് മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ നെയിൽസിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ വരുന്നത്. നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ പറ്റാത്ത പോലെ നെയിൽസിൽ കേടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതൊക്കെ ബൈ.